ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഡെസ്ക് ടൂറാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമില്ലെന്നൊക്കെ പറയാമെങ്കിലും ശരിക്കും പറഞ്ഞാൽ ക്രാഫ്റ്റ് ചെയ്യാനും എനിക്ക് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇഷ്ടമില്ലെങ്കിലും ഞാൻ ഡെസ്ക് ടൂർ ചെയ്യാൻ പോവാന്ന്. എങ്ങാനും വലിയ ക്രാഫ്റ്റൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ വെള്ളിയാഴ്ച തൊട്ട് ഞായറാഴ്ച വരെ അതിന് പണിയുണ്ടോ. അപ്പോൾ ഇതിനങ്ങനെ ഒന്നും ആവശ്യമൊന്നുമില്ല, ഇപ്പം തന്നെ തീർക്കും എന്നുള്ള രീതിയിലായിരുന്നു ഇത് വന്നിട്ടുള്ള. വെറും 20 മിനിറ്റൊക്കെ എങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നിട്ടുള്ളായിരുന്നു. അപ്പോൾ നമ്മുടെ ലാബ് ഉണ്ടായിരുന്നു, പിന്നെ എന്താ നൈഫൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ സ്കെയിൽ ഉണ്ടായിരുന്നു, പിന്നെ കത്രിക ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ റബ്ബർ പോലെയുള്ള ഒരു പെൻസിൽ ഉണ്ടായിരുന്നു, റബ്ബറാണ്. അതിനുശേഷം നമ്മുടെ സ്റ്റാപ്ലെയർ ഉണ്ടായിരുന്നു. ഇതുവരെയായിട്ട് ഞാൻ ഒരു ക്രാഫ്റ്റിൽ പോലും ഞാൻ സ്റ്റാപ്ലെയർ യൂസ് ചെയ്തിട്ടില്ല, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതിനുശേഷം നമ്മുടെ ബാക്കിൽ എല്ലാം ഗ്ലൂ ആയിട്ടുള്ള സാധനങ്ങളാണ് വരുന്നത്. വൈറ്റ് ഗ്ലൂ ഉണ്ടായിരുന്നു. അതിനുശേഷം രണ്ട് തരത്തിലുള്ള രണ്ടെണ്ണമായിട്ടുള്ള നമ്മുടെ ലെമണിൻ്റെ ഒരു ഗം ഉണ്ടായിരുന്നു. അതിനുശേഷം ഫെവിക്വിക്ക് ഉണ്ടായിരുന്നു. ഇത് വേറെ ഏതോ ഒരു ഇതെന്തോ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ സാധനം, പക്ഷേ ഇപ്പം കിട്ടിയിട്ടുണ്ട് കയ്യിൽ. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഫെവി സ്റ്റിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കാലിയായിട്ടുള്ള ഒരു ഫെവിക്വിക്കിന് ഇതുണ്ടായിരുന്നു, ഫെവിക്വിക്കല്ല ഫെവി ഗമ്മിൻ്റെ ഒരെണ്ണം ഉണ്ടായിരുന്നു. ശരിക്കും നമ്മൾ പെയിൻ്റൊക്കെ ഇട്ട് വെക്കാനായിട്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മുടെ ടവൽ ഉണ്ടായിരുന്നു തുടയ്ക്കാനൊക്കെ ആയിട്ട്. പിന്നെ നമ്മുടെ ക്രയോൺസ് ഉണ്ടായിരുന്നു. ഇപ്പം നോക്കുവാണെങ്കിൽ അടുത്ത ക്രയോൺസും ഉണ്ടാവും. അപ്പോൾ അതിനുശേഷം നമ്മുടെ വലിയ കട്ട ട്രാൻസ്പെറൻറ്റ് ടേപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ക്രയോൺസ് ഞാൻ പറഞ്ഞല്ലോ അടുത്തതും ഉണ്ട്. പിന്നെ അതിനുശേഷം നമ്മുടെ സിനിമ റോളിൻ്റെ ഒരു ഇതുണ്ടായിരുന്നല്ലോ, പിന്നെ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇറേസർ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഒരു നൈഫ് വരുന്നുണ്ടായിരുന്നു. ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടൊന്നും ഇല്ല, എന്തായാലും ഇങ്ങനത്തെ സാധനം ഉണ്ടായിരുന്നു. പിന്നെ 2 സ്റ്റിക്കി നോട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല, ഞാൻ വെച്ച് ടു ഡു ലിസ്റ്റൊക്കെ എഴുതാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് എന്നാലും കഴിയരുത് ചെയ്യാനായിട്ട്, ബിക്കോസ് എനിക്ക് ടു ഡു ലിസ്റ്റ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല ഗൈസ്. ലൈക്ക് അതിനകത്ത് ടു ഡു ലിസ്റ്റിനകത്തേക്ക് എപ്പോഴും വെള്ളം കുടിക്കാമെന്നൊക്കെ പറയാനാണെങ്കിൽ ഞാനത് ഫുള്ളും ചെയ്യില്ല. എന്നിട്ട് ഞാൻ ടു ഡു ലിസ്റ്റിൽ വെറുതെ ഞാൻ കംപ്ലീറ്റ് ചെയ്യാതെ തന്നെ ടിക്കൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ ആട്ടെ. അതിനുശേഷം നമ്മുടെ ക്യാൻഡിൽ ഹോൾഡർ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ എന്തെങ്കിലത്തെ എനിക്ക് അതിൻ്റെ പേരല്ല, സ്റ്റാറിൻ്റെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ കൂട്ടുകാരത്തി സഞ്ചര തന്നതാണ്. അതിനുശേഷം നമ്മുടെ കപ്പ് ഉണ്ടായിരുന്നു, ഓർഗനൈസർ ഇല്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു കപ്പ്. അതിനുശേഷം നമ്മുടെ ട്രിങ്കറ്റ് ഉണ്ടായിരുന്നു, 2 ബാർബിയുടെ ചെരുപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു പേപ്പർ കപ്പ് ഉണ്ടായിരുന്നു, പേപ്പർ ക്ലിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് യൂണിക്കോണിൻ്റെ ഒരു കീ ചെയിൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് എനിക്ക് തൂക്കാനും കഴിയില്ല ഈ കീ ചെയിൻ. പിന്നെ നല്ല എസ്തെറ്റിക് ആയിരുന്നല്ലോ. പിന്നെ നമ്മുടെ സ്പൈഡർമാൻ ഹേർട്ടാണ്, അല്ലാതെ ഹൃദയമല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഒക്ടോബസ് ഡെസ്ക് ഡെക്കോർ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ഹലോ കിറ്റി പെൻ ഹോൾഡർ അറിയാമല്ലോ, ഇപ്പം തന്നെ കുറച്ചാളായിട്ടുള്ളൂ ഇത് ഉണ്ടാക്കിയിട്ട് തന്നെ. പോയി എന്തെടുത്താലും അതെല്ലാം പോകും. നമ്മുടെ മാർക്കേഴ്സ് അല്ല അതിനകത്താണ് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ സ്ലൈഡൊക്കെ കുത്തില്ലേ, ആ സാധനമെല്ലാം ഞാൻ അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തന്നെ അറിയാൻ പാടില്ല എന്തിനാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നതെന്ന്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് ഈ ഫ്രെയിം. നമ്മുടെ പ്രൊഫൈലിൽ ഞാൻ ഫ്രെയിം ആക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ 1K എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു ഇതുണ്ടായിരുന്നു. 1K അടിച്ചിട്ടില്ല, എല്ലാവരും ഗീവേ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുമില്ല. ഞാൻ പറഞ്ഞു എല്ലാവരും അയച്ചൊക്കെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞോണ്ട് ഫ്രണ്ട്സിന്, പക്ഷെ നിങ്ങളത് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പെൻ ഹോൾഡർ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് കാർഡ് ഹോൾഡർ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ റിമൈൻഡർ നോട്ടൊക്കെ വെക്കാൻ പറ്റുന്ന സാധനം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ നമ്മുടെ ലേഗോ ഒരു കാർ പോലത്തെ സാധനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്ക്വിഡ് ഗെയിമിലത്തെ ഗാർഡില്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ 2025 എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്ന കാർഡ് ഐഡി ഉണ്ടായിരുന്നു, അതും താഴ്ത്തുപോയി. എന്തായാലും അടുത്ത നമ്മുടെ ലവ് ഹാർട്ട് ഉണ്ടായിരുന്നു, ലവ് ബൊക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഒക്ടോബസ് ഡെസ്ക് ഡെക്കോർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, നമ്മുടെ ഫസ്റ്റ് ഞാൻ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയ സാധനവും കൂടെയാണ് ഇത്. അപ്പോൾ 2 ഇരട്ടകളുണ്ടായിരുന്നു. അതിൻ്റെ ഇൻസ്പിറേഷൻ അനുസരിച്ച് ഞാൻ ഉണ്ടാക്കിയത് തന്നെ വേറെ ഒക്ടോബസിൻ്റെ സാധനം. അതിനുശേഷം നമ്മൾ ഷെൽഫിൽ നോക്കുകയാണെങ്കിൽ ഒരു കവൈ സ്റ്റിക്കർ ഉണ്ടായിരുന്നു, ജേണൽ ബുക്ക് ഉണ്ടായിരുന്നു, 2024 എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇറ്റ്സ് 2025 എന്തെങ്കിലുമൊക്കെ ആട്ടെ. അതിനുശേഷം നമ്മുടെ ജേണൽ ബുക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇത് ജേണൽ ബുക്കൊന്നും അല്ല എൻ്റെത്. ആൻഡ് അടുത്തത് വന്നിട്ട് നമ്മുടെ പേപ്പർ കട്ടർ ആയിരുന്നു. പേപ്പർ കട്ടർ ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടൊന്നും ഇല്ല, ഉണ്ടാക്കിയതുപോലെ തിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അലോവേയുടെ ഒരു സാധനം ഉണ്ടായിരുന്നു, നമ്മളെ കേക്ക് ഓർഗനൈസർ എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ എക്സാം ബോർഡൊക്കെ ഉണ്ടായിരുന്നു, അതിനകത്ത് കാർഡ് ഐഡി ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെ മേടിക്കണമെന്നുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നോക്കിയപ്പോഴത്തേക്ക് ഞാൻ നൂലൊക്കെ പണ്ടൊക്കെ ഞാൻ തയ്ക്കുകയൊക്കെ ചെയ്യും. ടോട്ട് ബാഗിൻ്റെ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതേപോലെ തന്നെ കുറേ ബാഗും പോയും എല്ലാം ഞാൻ തയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറേ നൂലൊക്കെ വെറുതെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും വെറുതെ മാറ്റി വെക്കണമല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ ഷെൽഫിൻ്റെ അടിയിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റിക്കർ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ക്ലേ ഉണ്ടായിരുന്നു.
പിന്നെ ഞാൻ എറണാകുളത്ത് ബ്രോഡ്വേയിൽ പോയപ്പോഴത്തേക്ക് 4 ഫെയറി ലൈറ്റ് 100 രൂപയ്ക്ക് കിട്ടുമെന്ന് പറയുന്നതോടെ 4 മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെപ്പോഴും ക്ലിയറായി കാണാൻ പറ്റുന്ന രീതിയിൽ നോക്കാനായിട്ട് ഞാൻ ഇവിടെ ഷെൽഫിൽ തന്നെ വെക്കുമായിരുന്നു, നേരത്തെ തെളിയുന്നുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട്. പിന്നെ അതിനകത്ത് കുറച്ച് സ്റ്റിക്കറൊക്കെ ഉണ്ടായിരുന്നു വേറെ പെട്ടിയിൽ. നമുക്ക് അടിയിലുള്ള സാധനങ്ങൾ നോക്കാം. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഞാൻ പ്രതീക്ഷിക്കാതെ നിങ്ങളും പ്രതീക്ഷിക്കാത്ത ഒരു സാധനം വരും. എന്താണെന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ കാണാം. പിന്നെ അവിടെ പെൻ ഹോൾഡറിനകത്തേക്ക് ഫോം ഷീറ്റ് അല്ലെങ്കിൽ ഗ്ലിറ്റർ ഫോം ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ സ്കെച്ചൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറ്റുന്നതിൻ്റെയൊക്കെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ ഫെയർ പെയിൻറ്റ് ഉണ്ടായിരുന്നു, എല്ലാം മിക്സ്ഡ് ആയിട്ട് ഇരിക്കണതും എല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം നോക്കിയപ്പോൾ നമ്മുടെ ഈ ട്രാൻസ്പെറൻറ്റ് ടേപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഒരേ ഒരു ഗ്ലൂ സ്റ്റിക്ക് മാത്രമുണ്ട്. ഇപ്പോൾ ബാക്കിയെല്ലാം ഞാൻ തീർത്തു. പിന്നെ അവിടെ പേപ്പർ കപ്പ് ഉണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം നോക്കുകയാണെങ്കിൽ നമുക്ക് അപ്പുറത്തെ പെട്ടി നോക്കണം. അപ്പോൾ ഗിൽറ്റ് ഉണ്ടായിരുന്നു. ഗിൽറ്റിൻ്റെ ഒരു വലിയ പെട്ടി ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഇതേപോലെ കുറേ പേപ്പറൊക്കെ ഉണ്ട്. ഞാൻ വെട്ടിയതിന് ശേഷം ബാക്കി വന്ന പേപ്പറെല്ലാം അതിനകത്തേക്ക് ഇട്ട് വെക്കുമായിരുന്നു. അതുകൊണ്ടാണ് കുറേ പേപ്പറിനകത്തുള്ളത്. പിന്നെ അവിടെ ഗ്ലൂ ഗൺ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പിക്കി ബാങ്ക് അല്ല, പിക്കി സ്ക്വിഡ് ഗെയിം കണ്ടതുകൊണ്ടായിരിക്കും പിക്കി ബാങ്ക് എന്ന് മാത്രമേ എപ്പോഴും വരാറുള്ളൂ. അവിടെ പിഗ് പെൻ ഹോൾഡർ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നോക്കിയാൽ മാസ്കിങ് ടേപ്പ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പെൻ ഹോൾഡർ ഉണ്ടായിരുന്നു. അതിനേക്കാളും മുമ്പ് അതിന് നമ്മുടെ പഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു, സ്ക്വിഷിയൊക്കെ ഉണ്ടാക്കണം. പിന്നെ ഇത് എൻ്റെ ഫേവറേറ്റും കൂടെയാണ്. മറ്റേ ഫ്രെയിമാണ് എൻ്റെ ഏറ്റവും വലിയ ഫേവറേറ്റ്. അതിനുശേഷമാണ് ഈ ഫേവറേറ്റ് വരുന്നത്. ഇത് ഭയങ്കര കളർഫുള്ളൊക്കെയാണ്. ഇതിൻ്റെ പകുതിയാണ് അതിനകത്തേക്ക് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ ഹലോ കിറ്റിയിനകത്തേക്കാണ് ആ പകുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതെല്ലാം ഞാൻ അടച്ച് വെക്കുന്നുണ്ട്. കുറച്ച് കഷ്ടപ്പാടായിരിക്കും ഇത് അടച്ച് വെക്കാനായിട്ട്. പിന്നെ ഇങ്ങനെ കുത്തി നിറച്ചൊക്കെ അങ്ങനെ വെക്കും. ആൻഡ് ഇതാണ് ഞാൻ വിളിക്കാതെ വന്ന അതിഥി കോക്രോച്ച്. അപ്പം നിങ്ങൾ പറയും, നീ എന്താണ് എപ്പോൾ നോക്കിയാൽ ഇതൊന്നും എടുക്കാറില്ല, അതാണ് ഈ കോക്രോച്ചൊക്കെ വന്നെയെന്ന് നിങ്ങൾ വിചാരിക്കും. ബട്ട് നോ ഗൈസ്, ഞാൻ ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ എന്നെ റെക്കോർഡ് ചെയ്യണം. ആ സമയത്ത് ഈ സാധനത്തിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നോക്കുമ്പോൾ വേണ്ടിയിരിക്കണം. ആൻഡ് അതിനുശേഷം നോക്കുമ്പോൾ പെൻ ഹോൾഡർ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇതായിരുന്നു, കാരണം ഇനി എല്ലാ സ്ഥലത്തും കോക്രോച്ച് ഉണ്ടാകും എന്നൊക്കെ അറിയാനായിട്ട് ഞാൻ മെല്ലെ എല്ലാ സാധനങ്ങളും എടുത്തൊക്കെ ഇരുന്ന് നോക്കിക്കൊണ്ട് നേച്ചത്. അതിനുശേഷം നോക്കുമ്പോൾ ക്രിസ്മസിന് ഞാൻ ഇങ്ങനെ കുറേ സാധനമൊക്കെ വെച്ച ഒരു പെട്ടി ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു ഗാർലൻഡ് ഉണ്ടായിരുന്നു. അതിനകത്ത് കുറേ ബോൾസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നോക്കുമ്പോൾ പേപ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. പെപ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പണ്ട് എഴുതിയിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് കുറേ പേപ്പറൊക്കെ ആയിരുന്നു അടച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞാൻ പേപ്പറിനാണ് ഉദ്ദേശിച്ചത്. അതിനുശേഷം നോക്കിയപ്പോഴത്തേക്ക് പെൻ ഹോൾഡർ ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു പെൻ ഹോൾഡർ എൻ്റെ ചേച്ചി മേടിച്ചു തന്നതാണ്. അതിനകത്ത് ഞാനൊന്നും വെക്കാറുന്നില്ല, കാര്യം അത്ര ഈസ്തറ്റിക്കായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ ചേച്ചി മേടിച്ചതുകൊണ്ട് എന്തായാലും ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വെച്ചില്ല, ഞാൻ കളയുമായിരുന്നു. പിന്നെ അതിനെ ഞാൻ അടച്ചൊക്കെ വെക്കുന്നുണ്ട്. കുറച്ച് കഷ്ടപ്പാടായിരുന്നു ഇതിനെ അടച്ച് വെക്കാനായിട്ട്. കാര്യം ഇത് അടച്ച് വെക്കാൻ എന്തൊക്കെയോ ഒരു പണിയുണ്ട്. അതിനുശേഷം ഞാൻ നോക്കണ സമയത്ത് നമ്മുടെ വാളെന്തായാലും കാണിക്കണമല്ലോ. അപ്പം ഇങ്ങനത്തെ കുറേ ബട്ടർഫ്ലൈ ഉണ്ട്, കുറേ വാൾ പോസ്റ്റർ ഉണ്ട്. പിന്നെ എന്താണ് ലവ് എന്തോ സാധനം ഉണ്ടായിരുന്നു, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ഇങ്ങനത്തെ കുറേ സാധനമുണ്ട്. ആൻഡ് ഇതാണ് എൻ്റെ ഡെസ്ക്. നല്ല ഈസ്തറ്റിക്കൊന്നും ആയില്ലെന്ന് എനിക്കറിയാം. എന്തായാലും കുഴപ്പമില്ലാത്തൊരു ഡെസ്കാണെന്ന് പറയാം. ഇതിൻ്റെ ഫ്രണ്ടിൽ മാത്രം ഭംഗിയുള്ളൂ, ബാക്കി അകമൊക്കെ അത്ര ഭംഗിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബൈ.